ഈ രാഷ്ട്രത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടി 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽ 1947 ഓഗസ്റ്റ് 14 വരെയുള്ള ദീർഘകാലത്തെ പതിറ്റാണ്ടുകൾ നീണ്ട അത്യുജ്വലമായ സമര പോരാട്ടത്തിന്റെ ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടിയിരിക്കും. അത്തരത്തിലുള്ള ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടപൊരുതുവാൻ ഈ രാഷ്ട്രത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ, ധീരരായ സ്വാതന്ത്ര്യ സമര സേനാനികളെ, അവരെയൊക്കെ പ്രേരിപ്പിച്ച നിരവധിയായിട്ടുള്ള മന്ത്രങ്ങളുണ്ട്, നിരവധിയായിട്ടുള്ള മുദ്രാവാക്യങ്ങളുണ്ട്, നിരവധിയായിട്ടുള്ള ദേശീയ പരിപാടികളുണ്ട്, നിരവധിയായിട്ടുള്ള പ്രക്ഷോഭങ്ങളുണ്ട്. ഈ പ്രക്ഷോഭങ്ങളെ കുറിച്ചും ഈ രാഷ്ട്രത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും ഈ രാഷ്ട്രത്തിന്റെ ജനങ്ങളെ ഒന്നാകെ ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ സമരത്തിയിലേക്ക് എടുത്തു ചാടിച്ച ആ മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയാണ് എന്നും നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കും. നൂറുകണക്കിന് അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ സ്വാതന്ത്ര്യ സമര സേനാനികൾ, രക്തസാക്ഷികളായ നിരവധിയായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ, നിരവധിയായിട്ടുള്ള കൊടിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി ജീവച്ഛവങ്ങളാക്കി മാറ്റപ്പെട്ട് ഈ രാഷ്ട്ര സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിൽ വെന്തുരുകിയ നിരവധി സാധാരണക്കാരായ ജനങ്ങളുണ്ട്. ഈ രാഷ്ട്രത്തിന്റെ ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിൽ വെന്തുരുകിയ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒട്ടാകെ ആദരിക്കുവാനും സ്മരിക്കുവാനും ഈ അവസരം ഭാരതീയ ജനതാ പാർട്ടിയും മഹിളാ മോർച്ചയും പ്രയോജനപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി, ഈ രാഷ്ട്രത്തിന്റെ ഐക്യം കാത്തുരക്ഷിക്കുന്നതിന് വേണ്ടി, ഈ രാഷ്ട്രത്തിന്റെ അഖണ്ഡത സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇക്കാലമത്രയും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഭാരതത്തിന്റെ ധീരജവാന്മാരെ, നിരവധിയായിട്ടുള്ള അക്രമങ്ങളെ തീർത്തു തോൽപ്പിച്ച് ഈ രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് സ്വൈര്യമായി ഉറങ്ങുവാനും വിഹരിക്കുവാനുമുള്ള അവസരം ഒരുക്കി കൊടുത്തിട്ടുള്ള നിരവധി നമ്മുടെ ധീര ഭടന്മാരെ അവരെ സ്മരണയോടുകൂടി നമ്മൾ ആദരിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പുലരി നമ്മൾ ആഘോഷിക്കുന്ന സമയത്ത് ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിലുള്ള പരമപ്രധാനമായിട്ടുള്ള കർത്തവ്യം. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഒരു കാലത്ത് ഈ രാഷ്ട്രത്തിന്റെ ദേശീയ പതാക, ഈ രാഷ്ട്രത്തിന്റെ മൂവർണ്ണക്കൊടി, ഈ രാഷ്ട്രത്തിന്റെ ത്രിവർണ്ണ പതാക ഈ നാട്ടിൽ പാറിപ്പറക്കുവാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാശ്മീരിലൊക്കെ നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, കാശ്മീരിലൊക്കെ നടന്നിട്ടുള്ള വിഘടനവാദ പ്രവർത്തനങ്ങൾ, ഇതിന്റെ ഓർമ്മകളിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഈ രാഷ്ട്രത്തിന്റെ മണ്ണിൽ, ഈ രാഷ്ട്രത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഭാരതത്തിന്റെ ഹൃദയഭൂമിയിൽ ഒരു രാജ്യത്ത് രണ്ട് ഭരണകൂടങ്ങൾ, രണ്ട് ദേശീയ പതാകകൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ കാശ്മീരിലേക്ക് ഏകതാ യാത്ര നടത്തിയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് ഇവിടെ നിൽക്കുന്ന മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ. അന്ന് നടത്തിയ ധീരമായിട്ടുള്ള ആ ദേശീയ പതാകയുമായിട്ടുള്ള ഏകതാ യാത്രയുടെ ഒക്കെ ഫലമായിട്ട് നമുക്കറിയാം, ഈ കാശ്മീരിന്റെ മണ്ണിനെ വേറിടൽ വാദത്തിലേക്ക് നയിച്ചിരുന്ന 370 വകുപ്പ് എടുത്തു കളഞ്ഞുകൊണ്ട് ഈ ഭാരതത്തിന്റെ അവിഭാജ്യമായിട്ടുള്ള ഘടകമാണ് കാശ്മീർ മണ്ണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെന്റ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗവൺമെന്റ് ആ 370 വകുപ്പ് എടുത്തു കളഞ്ഞുകൊണ്ട് ഈ ഭാരതത്തിന്റെ മണ്ണിൽ വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിയമം പാസാക്കിയതിന്റെ പരിണത ഫലങ്ങൾ നമ്മൾ കാശ്മീരിൽ കാണുകയാണ്. ഇന്ന് കാശ്മീരിന്റെ മണ്ണിലെമ്പാടും ഈ സ്വാതന്ത്ര്യ പതാകകൾ, നമ്മുടെ ത്രിവർണ്ണ പതാകകൾ ഇങ്ങനെ പാറിപ്പറക്കുന്നത് ധീരരായിട്ടുള്ള ദേശാഭിമാനികൾക്ക് നമുക്ക് ഈ തെക്കേ അറ്റത്ത്, നമുക്ക് ഈ കേരളത്തിന്റെ മണ്ണിലിരുന്നു കൊണ്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഭാരതത്തിലുടനീളം ഈ ഭാരതത്തിന്റെ ആത്മാവിനെ പിടിച്ച് ഉണർത്തിക്കൊണ്ട് രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സംരക്ഷിച്ചുകൊണ്ട് ഒരു ഭരണകൂടം ഈ രാജ്യത്ത് നിതാന്ത ജാഗ്രതയോടുകൂടി ഈ രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കുകയാണ്. ഈ രാഷ്ട്രം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഘടനവാദത്തിന്റെ സ്വരങ്ങൾ നമ്മുടെ ഇടയിലും പതുക്കെ തലപൊക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും.
ഈ സ്വാതന്ത്ര്യ ദിനാചരണത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടികളിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ രാഷ്ട്രത്തിലെ ജനങ്ങളെ ഒറ്റക്കെട്ടാക്കി നിലനിർത്തിയിരുന്ന നിരവധി മന്ത്രങ്ങളുണ്ട്. ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിൽ നമുക്കറിയാം വന്ദേ മാതരം എന്ന് പറയുന്ന ആ മന്ത്രം നെഞ്ചിലേറ്റിക്കൊണ്ട് ഉച്ചൈസ്തരം ഉദ്ഘോഷിച്ചുകൊണ്ടാണ് ഈ രാഷ്ട്രത്തിൽ സ്വാതന്ത്ര്യ സമരസേനാനികൾ പോരാടിയിരുന്നത്. നമുക്കറിയാം ബംഗാൾ വിഭജനത്തിലൂടെ ഈ രാഷ്ട്രത്തെ വിഭജിക്കുവാനുള്ള പരിശ്രമത്തിന്റെ ആദ്യ ശ്രമം ബ്രിട്ടീഷ് സർക്കാർ നടത്തിയ സമയത്ത് ബംഗാൾ വിഭജനത്തിനെതിരെ വന്ദേ മാതരം പാടിക്കൊണ്ട് ഗംഗയിൽ സ്നാനം ചെയ്ത് രക്ഷാബന്ധൻ നടത്തിക്കൊണ്ട് ആയിരക്കണക്കിന് ധീരരായ ദേശാഭിമാനികൾ സമരം നടത്തിയ ചരിത്രം നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ആയിരക്കണക്കിന് ജനങ്ങളുടെ കണ്ഠങ്ങളിൽ നിന്ന് ഉയർന്നിരുന്ന ആ വന്ദേ മാതരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റെടുക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് പാടുവാൻ തീരുമാനിക്കുകയും യോഗങ്ങളിലും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലൊക്കെ തന്നെ വന്ദേ മാതരം പൂർണ്ണമായും പാടിക്കൊണ്ടിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നീട് നമുക്കറിയാം വിഘടനവാദ ശക്തികൾ പതുക്കെ തലപൊക്കി വന്ന 1930-കളുടെ അവസാനത്തിൽ ഈ വന്ദേ മാതരം മുഴുവനായി പാടുന്നത് ചില മതവിരുദ്ധതയാണെന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപിച്ചുകൊണ്ട് ചില ആളുകൾ പ്രചരണം നടത്തിയതിന്റെ ഫലമായി ആ വന്ദേ മാതരം മുഴുവനായി പാടാതെ അതിന്റെ ആദ്യത്തെ 2 സ്റ്റാൻസ മാത്രം പാടിക്കൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണകൂടം ആ വന്ദേ മാതരം ഔദ്യോഗിക പരിപാടികളിൽ പൂർണ്ണമായി പാടുവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് നിയമം പാസാക്കിയിരിക്കുകയാണ്. ഈ രാജ്യത്തെ നിയമം ഈ രാജ്യത്തിന്റെ ദേശീയ പതാകയെയും ദേശീയ ചിഹ്നങ്ങളെയും ദേശീയ ഗീതത്തെയും ദേശീയ ഗാനത്തെയും ആദരിക്കേണ്ടത് ഈ രാഷ്ട്രത്തിലെ ഓരോ പൗരന്റെയും കടമയാണ്, കർത്തവ്യമാണ്, നിയമമാണ്. അത് ഞങ്ങൾ പാലിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1905-ൽ ഈ രാഷ്ട്രത്തെ വിഭജിക്കുവാൻ എങ്ങനെയാണോ ബ്രിട്ടീഷുകാർ ശ്രമിച്ചത്, 1930-കളിൽ മതത്തിന്റെ പേരിൽ ഈ രാഷ്ട്രത്തെ വിഘടനവാദം എങ്ങനെയാണോ പതുക്കെ തലപൊക്കിയത്, അതിന്റെ അലയൊലികൾ ഇന്നും നിലനിൽക്കുന്നു എന്നതിന്റെ ഉദാഹരണമായിട്ടാണ് ഈ രാജ്യം ഭരിക്കുന്ന സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ മന്ത്രിമാർ പോലും ഈ രാജ്യത്തിന്റെ നിയമം ഞങ്ങൾ പാലിക്കില്ല, വന്ദേ മാതരം മുഴുവനായി ഞങ്ങൾ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ വിഘടനവാദത്തിന്റെ മതതീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ മതേതരത്വത്തിന്റെ പേരിൽ ഈ രാഷ്ട്രത്തെ വീണ്ടും ഛിന്ന ഭിന്നമാക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ഈ ഭാഗമായിട്ടുള്ള ഇത്തരത്തിലുള്ള കുൽസിത ശ്രമങ്ങളെ മനസ്സിലാക്കുവാൻ ഈ നാട്ടിലെ ഓരോ ദേശാഭിമാനികളും തയ്യാറായി മുന്നോട്ട് വരണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്കും മഹിളാ മോർച്ചയ്ക്കും അഭ്യർത്ഥിക്കുവാനുള്ളത്. നമുക്കറിയാമല്ലോ, കാസർഗോഡ് ഈ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട ഒരു ക്വിസ് കോമ്പറ്റീഷന് ക്വസ്റ്റ്യൻ ഇട്ട ഒരു അധ്യാപകനെ നമ്മുടെ സർക്കാർ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പണ്ട് നമുക്കറിയാം ഒരു ക്വസ്റ്റ്യൻ ഇട്ട ഒരു അധ്യാപകന്റെ കൈവെട്ടി മാറ്റിയ സംഭവം നടന്നത് ഈ കൊച്ചു കേരളത്തിലാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. എന്താണ് അധ്യാപകൻ ചെയ്ത തെറ്റ്? സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഏറ്റവും കൂടുതൽ കാലം തടവ് ശിക്ഷ വിധിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് എന്നായിരുന്നു ആ ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരം ഭാരതത്തിന്റെ ചരിത്രം അറിയാവുന്ന മുഴുവൻ ആളുകൾക്കും അറിയാവുന്നതാണ്. അത് വീര സവർക്കറാണ് എന്നുള്ളത്. 27 വർഷക്കാലം ബ്രിട്ടീഷ് സർക്കാരിന്റെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ദിവസങ്ങളോളം, ഏതാണ്ട് 60-70 ദിവസത്തോളം കൈകാലുകൾ ഉയർത്തിപ്പിടിച്ച് കാലുകൾ ബന്ധസ്ഥനാക്കി കൈകൾ താഴെയിടുവാൻ പോലും സാധിക്കാതെ സെല്ലുലാർ ജയിലിന്റെ ഏകാന്ത തടവറയിൽ ദിവസങ്ങളോളം മാസങ്ങളോളം പീഡനങ്ങൾ അനുഭവിച്ച ആ സ്വാതന്ത്ര്യ സമര സേനാനി 2 ജീവപര്യന്തം തടവ് 50 വർഷക്കാലത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് 27 വർഷക്കാലം ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജയിലറ പൂകിയ ആ വീരവിനായക ദാമോദര സവർക്കറുടെ പേര് മാച്ചു കളയുവാൻ ഇവിടുത്തെ ഏതെങ്കിലും ഭരണകൂടത്തിന് സാധിക്കുമോ? ഇവിടുത്തെ ഏതെങ്കിലും മന്ത്രിമാർക്ക് സാധിക്കുമോ? ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയക്കാർക്ക് സാധിക്കുമോ? അതിന്റെ ഉത്തരം സവർക്കർ എന്ന് തന്നെയാണ്. വീണ്ടും വീണ്ടും സവർക്കർ 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 എന്ന് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ചരിത്രത്തെ വളർച്ചൊടിച്ചുകൊണ്ട്
രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ യഥാർത്ഥ ചരിത്രത്തെ മാറ്റി എഴുതുവാനുള്ള പരിശ്രമമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അനുവദിക്കുവാൻ പാടില്ല. ഇത് അനുവദിച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ഈ രാജ്യത്തോടൊപ്പം മറ്റൊരു മതരാഷ്ട്രം പിറന്നു വീണതും ആ രാഷ്ട്രം പിന്നീട് ഛിന്നഭിന്നമായതും ആ രാഷ്ട്രത്ത് ഇന്ന് എന്ത് സംഭവിക്കുന്നു എന്നും നമ്മൾ ചരിത്ര വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന യാതൊരുവിധ നടപടികൾക്കും ഇവിടുത്തെ ദേശസ്നേഹികൾ കൂട്ടുനിൽക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ കൂടി വേണ്ടിയാണ് ഈ രാജ്യത്തുടനീളം വീട് വീടാന്തരം നാടാന്തരം ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയവാദികളായിട്ടുള്ള ആളുകളും ത്രിവർണ പതാക ഉയർത്തിക്കൊണ്ട് വന്ദേ മാതരം പാടിക്കൊണ്ട് ജനഗണമന പാടിക്കൊണ്ട് ഇത്തരത്തിലുള്ള തിരങ്ക യാത്രകളും ദേശീയ പതാക ഉയർത്തുന്ന പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാടിന്റെ ആത്മാവിനെ വ്രണപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാനിൽ ഗൂഢാലോചന നടത്തി നമ്മുടെ കാശ്മീരിലെ പഹൽഗാമിൽ നമ്മുടെ സഹോദരിമാരെ കൂട്ടക്കൊല ചെയ്ത സമയത്ത് ഇങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ആ ശത്രു രാജ്യത്ത് കടന്നു കയറി നമ്മുടെ ഭാരതത്തിലെ അമ്മമാരുടെ സഹോദരിമാരുടെ സിന്ദൂരം മാച്ച ഭീകരവാദികൾക്ക് മറുപടി കൊടുത്തത് എന്ന് നമ്മൾ കണ്ടതാണ്. അതുപോലെ ഈ രാഷ്ട്രത്തിന്റെ ആത്മാവിനെ കാത്തുരക്ഷിക്കുവാൻ ഈ നാടിലെ ഓരോ സ്വാതന്ത്ര്യ ബോധമുള്ള, ഈ രാജ്യത്തെ ജനാധിപത്യ ബോധമുള്ള, ഈ നാടിനെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും തയ്യാറായി വരണം എന്ന് ആഹ്വാനം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യ ദിനാചരണവുമായി ബന്ധപ്പെട്ട് ഈ വരുന്ന 3-4 ദിവസക്കാലം നിരവധിയായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരി നമ്മൾ ആഘോഷിക്കുന്നതിനോടൊപ്പം തന്നെ മതത്തിന്റെ പേരിൽ ഈ രാഷ്ട്രത്തെ വെട്ടിമുറിച്ചതിനെ കുറിച്ചും ഈ രാഷ്ട്രത്തിന്റെ ഐക്യത്തെ തകർക്കുവാൻ, ഈ രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ ഏകതയെ തകർക്കുവാൻ എങ്ങനെയൊക്കെയാണോ ഈ നാട്ടിൽ വിഘടനവാദികൾ ശ്രമിച്ചത്, ആ വിഭജനത്തിന്റെ ദുഃഖകഥ കൂടി ഈ നാട്ടിലെ ജനങ്ങളെ ഓർമ്മപ്പെടുത്തുവാനും ഭാരതീയ ജനതാ പാർട്ടിയും മഹിളാ മോർച്ചയും ദേശസ്നേഹ സംഘടനകളും തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഭാരതീയ ജനതാ മഹിളാ മോർച്ച ഈ കൊടുങ്ങല്ലൂരിൽ മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വനിതകൾ പങ്കെടുത്ത ഈ തിരങ്ക യാത്ര ഇവിടെ സമാപിച്ചിട്ടുള്ളത്. ഈ തിരങ്ക യാത്രയിൽ പങ്കെടുത്ത, ഈ തിരങ്ക യാത്ര വീക്ഷിച്ച നല്ലവരായ എല്ലാ ദേശാഭിമാനികൾക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ യാത്ര ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.